ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 വിക്ഷേപിച്ചു. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യം. നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചാൽ മാസങ്ങളായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചു ഭൂമിയിലെത്തിക്കാനാകും. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർലൈൻ പേടകത്തിൽ 2024 ജൂണിൽ ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസത്തിലധികമായി അവിടെ തുടരുകയാണ്. സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നതോടെ യാത്ര നീട്ടിവെക്കുകയായിരുന്നു. പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുമുള്ള സ്റ്റാർലൈനറിന്റെ അപകടസാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു. ഇതിനുശേഷം ആളില്ലാതെ സ്റ്റാർലൈനർ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസ ചെയ്തത്. ISSലേക്ക് നാസയും പങ്കാളികളും അടുത്ത ഗവേഷണ സംഘത്തെ അയക്കുന്നതിനായാണ് ക്രൂ 10 ദൗത്യം വിക്ഷേപിക്കുന്നത്. ക്രൂ 10 ദൗത്യസംഘം ISSൽ എത്തിയാലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ക്രൂ 9 സംഘം ഭൂമിയിലേക്ക് തിരിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സന്ദേശം അയക്കൽ കൂടുതൽ ലളിതമാക്കാൻ പുതിയ ഫീച്ചറുമായി വാട്സപ്പ്. മറുപടി സന്ദേശങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാകും പുതിയ പരിഷ്കാരം. ഒരു സന്ദേശത്തിന് മറുപടി നൽകിയാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും ഒരുമിച്ച് ത്രെഡിൽ കാണാനാകുമെന്നതാണ് പ്രധാന സൗകര്യം. ആപ്പ് കൂടുതൽ പരിഷ്കരിക്കാനും ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങൾ മറുപടി നൽകുന്നത് എളുപ്പമാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. WA ബെറ്റ ഇൻഫോ എന്ന വെബ്സൈറ്റാണ് ഈ അപ്ഡേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മെസ്സേജ് സംഭാഷണത്തിലെ എല്ലാ മറുപടികളിലും നിർദ്ദിഷ്ട പ്രതികരണങ്ങൾ കണ്ടെത്താൻ ഉപഭോക്താക്കളെ പുതിയ അപ്ഡേഷൻ സഹായിക്കും. ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ വികസനഘട്ടത്തിലാണെന്നും അടുത്ത അപ്ഡേറ്റ് വരുന്നതുവരെ പരീക്ഷിക്കാനാകില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ. സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് ലളിതമായ സന്ദേശങ്ങൾ അയക്കുന്നതിനും കോളുകൾ വിളിക്കുന്നതിനും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും വിവിധ കമ്മ്യൂണിറ്റികളിൽ ചേരുന്നതിനും ഉപയോഗിക്കുന്നതിനാൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് വാട്സപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാപ്പിംഗിനായി സർവേയർ എന്ന പുതിയ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ച ആപ്പിൾ. മാപ്പുകളുടെ കൃത്യതയും വിശദാംശങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി ലോക മാപ്പിംഗ് ഡാറ്റ ശേഖരിക്കുന്നതിനായാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആപ്പിൾ മാപ്പ് കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ ഓരോ നഗരങ്ങളിലെയും സൈനുകൾ, ട്രാഫിക് സിഗ്നലുകൾ, മറ്റ് വിവരങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിൽ ആപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആപ്പിളിന്റെ സ്റ്റാൻഡേർഡ് കൺസ്യൂമർ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സർവേയർ പൊതുവായി ലഭ്യമാവില്ല. പകരം ഇത് മാപ്പിംഗ് ചുമതലകൾക്കായി ഏർപ്പെടുത്തിയ പങ്കാളി കമ്പനികളെ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് റിപ്പോർട്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉപഭോക്താക്കളെ ഓപ്പൺ പാർട്ണർ ആപ്പ് ഓപ്ഷൻ നൽകാൻ ആവശ്യപ്പെടും. അത് പ്രിമൈസ് എന്ന മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്ട് ചെയ്യും. ഒരു മൂന്നാം കക്ഷി പ്ലാറ്റ്ഫോമായ പ്രിമൈസ് സർവേകൾ ഉൾപ്പെടെയുള്ള വിവിധ ടാസ്കുകൾ പൂർത്തിയാക്കിയ ശേഷം ഉപഭോക്താക്കൾക്ക് വിവരം നൽകാവുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുക. റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലുള്ള പ്രാദേശിക വിശദാംശങ്ങളും നിർദ്ദിഷ്ട സ്ഥലങ്ങളുടെ ഫോട്ടോ നൽകുന്നതും വഴി ഉപഭോക്താക്കൾക്ക് റിവാർഡുകൾ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫോക്സ്കോണിന്റെ 4ാം പാദ ലാഭത്തിൽ 13% ഇടിവ് രേഖപ്പെടുത്തി. ആപ്പിളിന്റെ മുൻനിര ഐഫോൺ അസംബ്ലറാണ് ഫോക്സ്കോൺ. ലോകത്തെ മുൻനിര ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഫോക്സ്കോൺ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ ദുർബലമായ പ്രകടനമാണ് 4ാം പാദത്തിൽ രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിലെ അറ്റാദായം $46.33 ബില്യൺ. 54.4 ബില്യൺ ആയിരിക്കുമെന്ന വിശകലന വിദഗ്ധരുടെ പ്രവചനം ഫലം കണ്ടില്ല. അതേസമയം AI സെർവറുകളുടെ ശക്തമായ വിൽപ്പനയിൽ 4ാം പാദത്തിലെ വരുമാനം 15.2% ഉയർന്ന റെക്കോർഡിലെത്തി. കമ്പനിയുടെ ആദ്യപാദ ഫലം പുറത്തുവരുമ്പോൾ പ്രകടനം കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി നിലവാരത്തെക്കാൾ മികച്ചതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇത് വാർഷികാടിസ്ഥാനത്തിൽ ശക്തമായ വളർച്ച റിപ്പോർട്ട് ചെയ്യുമെന്നും കരുതുന്നു. എന്നാൽ വർദ്ധിച്ചുവരുന്ന ആഗോള വ്യാപാര യുദ്ധം പ്രവചനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചൈനയിലും മെക്സിക്കോയിലും ഫോക്സ്കോണിന് പ്രധാന ഉൽപാദന സാന്നിധ്യമുള്ളത് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. ട്രംപിന്റെ വർദ്ധിച്ച ഇറക്കുമതി താരിഫ് നേരിടുന്ന 2 രാജ്യങ്ങളാണ് ഇവ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.